അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയാണ്. നോക്കൂ, 2 മത്സരങ്ങൾ ജയിച്ചിട്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ കണ്ടു ലീഗിന്റെ കടുംപിടുത്തമാണ്. കെ സിക്ക് വന്നിറങ്ങാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കെ സിയുടെ ആഗ്രഹങ്ങളോ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കോ ഒക്കെ അപ്പുറം ലീഗിന്റെയും മറ്റ് സമുദായ സംഘടനകളുടെയും ഒക്കെ കടുംപിടുത്തത്തിന് മുമ്പിൽ യു ഡി എഫിനും ഈ പറയുന്ന ഹൈക്കമാൻഡിനും വഴങ്ങേണ്ടി വരുന്ന സാഹചര്യം കൂടിയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ 2 മത്സരങ്ങളാണ് വി ഡി സതീശൻ ജയിച്ചിരിക്കുന്നത്. ഒന്ന് നടന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. കടുത്ത പോരാട്ടം തന്നെയായിരുന്നു. 102 സീറ്റുകൾ നൽകിയാണ് യു ഡി എഫിനെ കേരളം തിരഞ്ഞെടുത്തത്. മറ്റൊന്ന് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു മത്സരമായിരുന്നു. ആ പാർട്ടിക്കുള്ളിലെ തിരഞ്ഞെടുപ്പിൽ പോലും കെ സിക്ക് ആഭിമുഖ്യമുണ്ട്, കൂടുതൽ താല്പര്യങ്ങൾ ഉള്ളവരുണ്ട് എന്ന് പറയുമ്പോൾ എം എൽ എമാരുടെ എണ്ണം കെ സിയെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആ മത്സരത്തെയും ഇല്ലാതെയാക്കിക്കൊണ്ട് നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് വി ഡി സതീശന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള പ്രയാണം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഒടുവിൽ ആ വിശേഷണവും ഒക്കെ എല്ലാ തരത്തിലുമുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളെയും അതിജീവിച്ചവൻ എന്നുള്ള ഒരു വിശേഷണം കൂടി വി ഡി സതീശന് അർഹതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, വി ഡി സതീശന്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കരിയർ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ നെട്ടൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം മത്സരിക്കുന്നത് പറവൂരിലാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ പല ആളുകളും മാറി മാറി ജില്ലകളൊക്കെ മാറി മാറി മണ്ഡലങ്ങളും ഒക്കെ മാറി മത്സരിക്കാറുണ്ട്. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായിട്ട് 64 1964 മെയ് 31 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പിറന്നാൾ വരാനിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുള്ള സതീശൻ പനങ്ങാട് ഹൈസ്കൂളിൽ സ്കൂൾ ലീഡറും പിന്നീട് തേവര SH കോളേജിൽ യൂണിയൻ ഭാരവാഹിയുമായിട്ട് പൊതുരംഗത്ത് പിന്നീട് സജീവമാകുന്നു. MG സർവകലാശാല യൂണിയൻ ചെയർമാനുമായിട്ടും NSU ദേശീയ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നിയമ ബിരുദധാരി കൂടിയാണ്. കുറെ കാലം അദ്ദേഹം അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം, നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനം എന്നിവയും വഹിച്ചു. തമിഴ്നാടിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. 5 വർഷം KPCC ഉപാധ്യക്ഷനായിട്ട് ഉള്ള പദവി വഹിച്ചിട്ടുണ്ട്. മികച്ച MLAക്കുള്ള 25ലേറെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2001 മുതൽ പറവൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാംഗമാണ്. 2021 മുതൽ 2026 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു. പറവൂരുമായിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത ആത്മബന്ധമുണ്ട്. 30 വർഷമായിട്ട് പറവൂരിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന് പറയുന്നത് തന്നെ വി ഡി സതീശൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനസ്സിൽ എന്ത് വിഷമം വന്നാലും ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പുതുയുഗ യാത്രയൊക്കെ നടക്കുമ്പോഴും അദ്ദേഹം അവിടെ നിന്ന് വിതുമ്പി പോകുന്നുണ്ട്. അത് അഭിനയമാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ എവിടെ പോയാലും തന്റെ മനസ്സിൽ പറവൂരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം മണ്ഡലമാണ്. ആ മണ്ഡലത്തോട് അദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു ആത്മബന്ധം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തായാലും എന്ത് വിഷമം വന്നാലും മനസ്സിൽ എന്ത് വിഷമം വന്നാലും പറവൂരിലൂടെ ഒന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറും എന്നുള്ളത് പോലും സതീശൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 96ലെ തിരഞ്ഞെടുപ്പിൽ സതീശൻ ആദ്യമായിട്ട് മത്സരിക്കാൻ എത്തുമ്പോൾ അന്നത് ഒരു ചുവപ്പ് കോട്ടയായിരുന്നു, ഇടത് കോട്ടയായിരുന്നു. ആദ്യവട്ടം CPIയിലെ P രാജു ആണ് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. 1116 വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും പറവൂരിൽ നിന്ന് അദ്ദേഹം മടങ്ങിയില്ല. അദ്ദേഹം അവിടെ തന്നെ നിലകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട് ചെയ്തു. അതിലൂടെ അദ്ദേഹം സ്ഥാനം ഉറപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് അദ്ദേഹം ആ ഒരു നാടിനെ നെഞ്ചിലേറ്റിയതും ആ നാട് അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയതും ഒക്കെ സംഭവിക്കുന്നത്. പിന്നീട് ഓരോ തിരഞ്ഞെടുപ്പിലും പടിപടിയായിട്ട് ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് ആ മണ്ഡലം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുന്നത്. 2001 അത് സംഭവിക്കുന്നത്. P രാജുവിനെ 7434 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തുന്നത്. 2006 KM ദിനകരൻ ഓപ്പോസിറ്റ് വരുന്നു. CPI സ്ഥാനാർത്ഥിയാണ് അദ്ദേഹവും. 7792 വോട്ടുകൾക്ക് വിജയമുണ്ടാകുന്നു. 2011 വീണ്ടും CPI സ്ഥാനാർത്ഥിയാണ്. CPI മണ്ഡലമായിരുന്നു പറവൂര്. 2011 CPI നേതാവായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനെ രംഗത്തിറക്കിയപ്പോൾ വീണ്ടും ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്.
11,349 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് വി.ഡി. സതീശന് ജയമുണ്ടാകുന്നത്. 2016 മുൻ മുഖ്യമന്ത്രി P.K. വാസുദേവൻ നായരുടെ മകളായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെ ആയിരുന്ന ശാരദാ മോഹനെതിരെ 20,634 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയമുണ്ടാകുന്നു. 2021 21,301 വോട്ടിന്റെ വിജയമുണ്ടാകുന്നു. ഭൂരിപക്ഷത്തിന് MT നിക്സനെ പരാജയപ്പെടുത്തുന്നു. ഇത്തവണ E.T. ടൈസൺ മാസ്റ്റർ ആയിരുന്നു. ടൈസൺ മാസ്റ്റർക്കെതിരെ 20,600 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വരവ് എന്ന് പറയുന്നത് കൃത്യമായ അദ്ദേഹത്തിന്റെ ഒരു പറവൂരിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് വിജയിച്ചത്, പറവൂരിൽ അദ്ദേഹം നിലകൊണ്ട് ആ പരാജയത്തിനു ശേഷം അദ്ദേഹം നിലകൊണ്ട് ആ മണ്ഡലത്തെ തന്റേതാക്കി മാറ്റിയത് എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരു കരിയർ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വി.ഡി. സതീശൻ ആഗ്രഹിച്ച പദവിയാണ്, ലീഗ് അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തിട്ടുള്ള പദവിയാണ്. ജനഹൃദയങ്ങൾ എന്ന് പറയുന്നത് വി.ഡി. സതീശനെ കണ്ടു തന്നെയാണ് ജനങ്ങൾ മുഴുവനും വോട്ട് ചെയ്തത് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തിരഞ്ഞെടുപ്പ് കൂടി വരുന്നു. അതിനെല്ലാത്തിനും മുകളിൽ വി.ഡി. സതീശൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം സംഭവിക്കാം, ഏതെല്ലാം രീതികൾ, ആർക്കെല്ലാം വശംവദനാകാം എന്നുള്ള നിരീക്ഷണങ്ങൾ വരുന്നു, വിലയിരുത്തലുകൾ വരുന്നു. എന്തു തന്നെ ആയാലും ഹൈക്കമാൻഡിനും അത് തടുക്കാൻ കഴിയുന്നില്ല. ഹൈക്കമാൻഡിന്റെ ഒരു താല്പര്യം പോലും മാറ്റിവെച്ചുകൊണ്ട് ലീഗിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് വി.ഡി. സതീശൻ വരുന്നത് എന്നുള്ള വിലയിരുത്തലുകൾ ഇതിനകം തന്നെ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് ഇപ്പോൾ വരുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഇക്കാര്യം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സത്യപ്രതിജ്ഞ ഞായറാഴ്ച ഉണ്ടാകാനാണ് സാധ്യത എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. തീരുമാനം KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തലയ്ക്കും രാഹുലിന്റെ ഫോൺ കോൾ എത്തുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും രാവിലെ യാത്ര തിരിച്ച വി.ഡി. സതീശൻ നിലവിൽ കൊല്ലം അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തോടൊപ്പം ജ്യോതികുമാർ ചാമക്കാലയും അൻവർ സാദത്ത് MLA ഒക്കെ ഉണ്ട്. ഇന്ന് രാവിലെയാണ് വളരെ ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആരാകും. അതിന് ഓരോ വിഭാഗവും ഓരോ ന്യായവാദങ്ങൾ പറയുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളം ഉദ്വേഗം ജനിപ്പിച്ചിട്ടുള്ള നിമിഷങ്ങളിലൂടെ സത്യത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് കേരളം ഒരു ഫേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. അത്രത്തോളം ഉദ്വേഗം നിറഞ്ഞുകൊണ്ട് ഒരു ആക്ഷൻ സിനിമ എന്ന് കാണുന്നത് പോലെയാണ് ഈ 10 ദിവസങ്ങൾ. മെയ് 4 വോട്ടെണ്ണലിന്റെ റിസൾട്ട് വരുന്നു. പിന്നീട് 10 ദിവസങ്ങൾ. പക്ഷെ ഈ 10 ദിവസവും ജനം പറഞ്ഞുകൊണ്ടിരുന്നതും ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചതും ആര് മുഖ്യമന്ത്രിയാകാനെന്നുള്ള ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഒടുവിൽ ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനവികാരം തിരിയുമെന്നുള്ള ഒരു ഭയം കൂടി ഇതുണ്ട്. ഈ ഭയത്തെ മുതലെടുക്കാനായിട്ട് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എന്തായാലും ഭാവി മുഖ്യമന്ത്രിക്ക് ആശംസകൾ.